വിശ്വാസത്തോടെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയും ചൈതന്യവും ജീവിതത്തിൽ കൃപയായി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകത്തോടെ പാടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നുള്ള വിശ്വാസത്യം തീഷ്ണതയോടെ നമുക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് പാടാം. പരിശുദ്ധ മുഴുവനെയും കേരളത്തെയും ഇന്ത്യ മുഴുവനെയും സമർപ്പിക്കാം. ദിവ്യകാരുണ്യത്തിൽ തിളങ്ങുന്ന വിശ്വാസത്തിന്റെ തിളക്കമാർന്ന കണ്ണുകളിലേക്ക് ദിവ്യകാരുണ്യത്തിന് ശക്തിയിലേക്ക് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരോഹണം ചെയ്ത പുത്രനമ്പുരാനെ നോക്കി ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോഴേ മലാഖമാർ പറഞ്ഞ ആ തിരുവചനം മനസ്സിൽ ഏറ്റെടുത്തുകൊണ്ട് ആരാധിക്കാം. നമുക്ക് പരിശുദ്ധ നിങ്ങൾ നോക്കി നിൽക്കേ പോയതുപോലെ തന്നെ തിരിച്ച് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു തമ്പുരാനാണ് സ്വർഗത്തിലേക്ക് ഉയർന്നതെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു ദിവ്യകാരുണ്യത്തിന് സ്വർഗം പുലുകി ഈശോ ദിവ്യകാരുണ്യത്തിൽ ആവഹിച്ചിരിക്കുകയാണ്. എന്നേരവും ആരാധനയും മനസ്സിന്റെ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രതീക്ഷയോടെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അമ്മയോടൊപ്പം സ്വർഗാരോഹണം ചെയ്ത പുത്രൻ തമ്പുരാന്റെ സാന്നിധ്യത്തില് എന്റെ കുടുംബവും ജീവിതവും പാഴാകാതെ പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിന്റെ ചൈതന്യം കൊണ്ട് ഈ ഭൂമുഖം പുതുക്കണമേ. പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളെ നിന്റെ ചൈതന്യത്തിന്റെ ശക്തിയും പിതാവായ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകവും കൊണ്ട് ഈ വലിയൊരു ഞങ്ങളുടെ ജീവിതം പുതിയൊരു പെന്തക്കോസ്തായുടെ അനുഭവത്തിലേക്ക് നടക്കുവാൻ ഈ ആരാധനയുടെ രാത്രി ഇത് കണ്ടു ഇതില് ജീവിതം സമർപ്പിച്ചിരിക്കുന്ന വിവിധ രാജ്യങ്ങളിലെ കോണുകളിലിരുന്ന് ഓഫീസുകളിലും കുടുംബങ്ങളിലുമൊക്കെ ഇരുന്ന് കാണുന്ന അർപ്പിക്കുന്നവരിലേക്ക് ആത്മാവിന്റെ വലിയ ചൈതന്യം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ ഇവരുടെ കുടുംബ ജീവിതത്തിലൂടെ ഈ സഭയ്ക്കും ലോകത്തിനും ഈ ജന്മങ്ങൾ കൊണ്ട് നിന്റെ ചൈതന്യം വീതം വെച്ച് നൽകുവാൻ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും വീണ്ടും രൂപകൽപ്പന ചെയ്യുകയും ചെയ്യണമേ എന്ന് ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നിറഞ്ഞൊഴുകുന്ന വ്യക്തിത്വങ്ങളാക്കി മാറ്റണമേ എന്നും യാചിച്ചുകൊണ്ട് പാവനാത്മാവേ എന്നുള്ള ഈരടി നമുക്ക് ആലപിച്ച് അഭിഷേകത്താൽ നിറയാം. രണ്ട് കരങ്ങളും യാതനാപൂർവ്വം പിടിച്ച് ആത്മാവിന്റെ ഒരു വിടുതലും അഭിഷേകവും പുതിയലും ജ്വലനവും ലഭിക്കുവാൻ ആത്മാവേ
വരുത്തണമേ എന്ന് യാചിച്ചുകൊണ്ട് ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ, വീഴ്ചയെ എല്ലാ രോഗികളിലും. വീഴ്ചയെ തുടർന്ന് 2 വർഷം കഴിഞ്ഞു. വീൽ ചെയറിൽ നീങ്ങുന്ന നിഖിലിനെ സമർപ്പിച്ചുകൊണ്ട് എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം കൊടുക്കണമേ. ആ കുടുംബത്തിൽ പോയ നിന്റെ പുരോഹിതന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണമേ. നിന്റെ ആത്മാവിന്റെ അഭിഷേകത്താൽ ആ മകൻ എഴുന്നേറ്റ് നടക്കുവാനുള്ള യുവാവിനെ നീ തൊടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാടാം. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ, രോഗികളായവരിൽ. ഈശോയെ, വിവാഹേതര ബന്ധങ്ങളിലും തെറ്റായ അഭിലാഷങ്ങളിലും വീണുപോയവരെ നീ മാനസാന്തരത്തിലേക്കും ഐക്യത്തിലേക്കും, അതിലോർത്ത് വിഷമിക്കുന്നവരിലേക്ക്, തകർന്നുപോയ മക്കളിലേക്ക് നിന്റെ ചൈതന്യത്തിന്റെ ശക്തിയാൽ, ദിവികാരുണ്യ പ്രഭയാൽ അനുഗ്രഹീതമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗപീഡകളിൽ രോഗികളെയും ഓർത്ത് പാടി പ്രാർത്ഥിച്ചേ. മാനസവ്യാധികളിൽ ശക്തിയും ഭക്തിയും ചൈതന്യവും അഭിഷേകവും എല്ലാവരിലേക്കും ഒഴുകട്ടെ. ആയിരങ്ങൾക്ക് സൗഖ്യം കൊടുക്കുന്ന ഈ ബലിപീഠവും ഇവിടുത്തെ ശുശ്രൂഷകളും കുടുംബങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ കഴുകണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. പാവനാത്മാവേ, എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ, ഞങ്ങളുടെ ജീവിതത്തിൽ. മദ്യപാനം മൂലം, മയക്കുമരുന്ന് മൂലം പകർന്ന വ്യക്തികളിലേക്ക് വരണ്ട ഭൂമിയിലെ ജലമെന്ന വണ്ണം നിന്റെ ചൈതന്യം കൊണ്ട്, നിന്റെ സാന്നിധ്യം കൊണ്ട്, നിന്റെ തിരുവചനത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം കൊണ്ട് മഹോന്നതനായ ദൈവത്തിന്റെ ആത്മാവ് ഒരാളുടെയെങ്കിലും മാനസാന്തരം യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രിയില് കുറേയേറെ പേര് അതിൽ നിന്ന് പിന്തിരിയുവാൻ അമ്മയുടെ മധ്യസ്ഥം തേടി ഞാൻ ഈ ദിവികാരുണ്യ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഭാഷാപരത്തോടെ യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പടലുകൾ നടക്കട്ടെ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിജയകരമായ ജീവിതം നയിക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഈ 5-8 മനുഷ്യ വ്യക്തികളെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവേ, എല്ലാ ശുശ്രൂഷകളെയും ഈശോയെ ആരാധന, ആരാധന, ആരാധന.
ആരാധന 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 യേശുവേ നന്ദി യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ദേവതാവേ യേശുവേ 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 ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന ആരാധന യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ സഹായങ്ങൾ ഹല്ലേലൂയ 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 യേശുവേ യേശുവേ നന്ദി യേശുവേ യേശുവേ ആരാധന 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 യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ ഒരു നിമിഷം നിശബ്ദമായി ദിവ്യകാരുണ്യ നാഥന്റെ ഹൃദയത്തിലേക്ക് ഈ ലോകം മുഴുവനെയും നെഗറ്റീവ് എനർജികളെയും ദുഷ്ടശക്തികളെയും മനുഷ്യ മനസ്സിൽ തിന്മ ഫോം ചെയ്യുന്നവരുടെ മനസ്സാന്തരം തീവ്രവാദികളുടെ മനോഭാവങ്ങൾക്ക് യുദ്ധം അവസാനിച്ച് ലോകത്ത് ജനജീവിതം സുഗമമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും വ്യവസായ രംഗങ്ങൾ തളർന്നു പോകാതിരിക്കട്ടെ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി ഭംഗിയായി ഭരണം കാഴ്ചവെക്കുവാൻ ഐക്യവും സമാധാനവും കൊടുക്കണമേ. വയനാട്ടിൽ ഈ കാലവർഷക്കെടുതി ഉണ്ടാകുമ്പോൾ ഉരുളുപൊട്ടൽ വിധേയമാകരുതേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ക്രിയാത്മകമായ രീതിയിലും അഭിഷേകമായ രീതിയിലും നടത്തി ആയിരങ്ങൾക്ക് സൗഖ്യം കൊടുക്കുവാൻ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അവസരം ഒരുക്കട്ടെ. ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വലിയ അഭിഷേകത്തിന്റെ നിമിഷങ്ങളാണ്. എൻ്റെ ദൈവമേ, വിവിധ രാജ്യങ്ങളിലും ദേശങ്ങളിലും കുടുംബങ്ങളിലും ഓഫീസുകളിലും വ്യാപാരശാലകളിലും യാത്രകളിലുമൊക്കെ ഇത് അർപ്പിച്ച് കണ്ടുകൊണ്ടിരിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരിലേക്ക് നിന്റെ ശക്തി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, സ്വർഗം തുറക്കണമേ. സ്വർഗം തുറന്ന് നീ ആകാശത്തേക്ക് പോയതുപോലെ ആകാശവും ഭൂമിയും നീ ഒന്നിപ്പിച്ചുവല്ലോ. നിന്റെ സാന്നിധ്യം കൊണ്ടും നീ എങ്ങനെയാണോ സ്വർഗത്തിലായിരിക്കുന്നത് അതേ അവസ്ഥയിൽ ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യത്തിൽ നിന്റെ അഭിഷേകവും നിന്റെ തേജസ്സും ജ്വലിക്കുന്നുവല്ലോ. ദൈവമേ, അടുത്ത് വന്ന് നിന്നെ വിളിക്കുന്നവരിലേക്ക്, കരയുന്നവരിലേക്ക്, മനസ്സ് സങ്കടപ്പെടുന്നവരിലേക്ക്, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരിലേക്ക് കൃപയൊഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് വിടുതൽ പ്രാർത്ഥനയോടൊപ്പം അഭിഷേകത്തോടെ ഗാനങ്ങൾ ആരംഭിച്ച് അവിടുത്തെ സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ദൈവമേ, നിന്റെ ചൈതന്യം കൊണ്ട് ഈ ദേശത്തെ വിശദീകരിക്കണമേ. പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ഇവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന, കൗൺസിലിങ്ങിന് വിധേയമാക്കുന്ന, നാളെ എറണാകുളത്ത് നിന്ന് വരുന്ന ഒരു കുടുംബത്തെ ഞാൻ പ്രത്യേകം സമർപ്പിക്കുന്ന. അവര് സമാധാനത്തോടെ തിരിച്ചു പോകട്ടെ. പുത്തമ്പുരയ്ക്കൽ കുടുംബങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവ്യകാരുണ്യത്തിന്റെ ഭക്തിയും അഭിഷേകവും ആരാധനയും ലോകം മുഴുവനും വ്യാപിക്കുവാൻ ഒരുപാട് വിശ്വാസികൾ കടന്നു വന്ന് സമാധാനം അനുഭവിച്ച് തിരിച്ചു പോകുവാൻ ദൈവമേ, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ ദേവാലയ നിർമ്മാണത്തിലേക്ക് നിന്റെ കൃപയൊഴുക്കണമേ. നിന്റെ ശക്തിയും സമ്പത്തും നൽകണമേ. നീ ജെറമ്യ പ്രവാചകനിലൂടെ, യെശയ്യാ പ്രവാചകനിലൂടെ 45-ാം അധ്യായം 2-3 വാക്യങ്ങൾ നീ അരുളി ചെയ്തുവല്ലോ. മകനെ, നീ അറിയാത്ത ധനശേഖരവും നിധിയും ഞാൻ നിനക്ക് നൽകും. ഞാൻ ദൈവമായ കർത്താവാണ്. ഇരുമ്പോടാമ്പലുകൾ തകർക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ചെയ്യുന്ന അരുളി ചെയ്ത പുരുതമ്പുരാനെ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നിന്റെ ചൈതന്യം എനിക്ക് പാദങ്ങൾക്ക് വിളക്കും. നിന്റെ വചനത്തിൻ്റെ അഗ്നി മനസ്സിന് ജ്വലനവും ബുദ്ധിക്ക് പ്രകാശവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൊണ്ട് അനുഗ്രഹീതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവരും കരങ്ങളടിച്ച് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത തമ്പുരാൻ വെച്ചു വിളമ്പിയ ആ ജ്ഞാനത്തിന്റെ കൃപ
ദൈവമേ ഞങ്ങളിൽ കൽപ്പിപ്പുണരട്ടെ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. 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 അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. 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 ആരാധന ഈശോയെ, ഈശോയെ സ്തുതി, ഈശോയെ. നിശബ്ദമായ പ്രാർത്ഥന തിരുസന്നിധിയിലേക്ക് ഉയർത്താം. സ്നേഹനാഥനായ ഈശോയെ,
ഒന്ന് തൊടണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ മാനസികാവസ്ഥയിലേക്ക്, ഇരുളടഞ്ഞ വൈകാരിക തലത്തിലേക്ക്, സ്നേഹക്കുറവിലേക്ക്, സംശയ രോഗങ്ങളിലേക്ക്, കുറ്റം പറയുന്ന പ്രവണതകളിലേക്ക്, വിശ്വാസത്തിൻ്റെ കുറവിലേക്ക്, ബന്ധനങ്ങളുള്ള കുടുംബത്തിൽ പിറന്നതിനെ ഓർത്തുള്ള കഴിവ് കുറവുകളിലേക്കും, ദർശനത്തിൻ്റെ കുറവ് അനുഭവിക്കുന്നവരിലെ അവസ്ഥയിലേക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും ചില ബന്ധനങ്ങൾ ഞങ്ങളെ വിട്ടുമാറാതിരിക്കുന്ന അവസ്ഥയിലേക്ക് നിന്റെ ആത്മാവിനെ അയക്കണമേ. ഈശോയെ, എൻ്റെ പൗരോഹിത്യത്തിലൂടെ നിന്റെ ചൈതന്യം, നിന്റെ സാന്നിധ്യവും നിന്റെ വ്യക്തിത്വവും വീതം വെച്ച് നൽകുവാൻ അഭിഷേകം ചെയ്യണമേ. നിന്റെ ദിവ്യകാരുണ്യ ഭക്തിയെ പ്രചരിപ്പിക്കുവാൻ നീ എന്നെ വീണ്ടും വീണ്ടും ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ചോദിച്ച ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും ദിനംതോറും നടക്കുന്ന വിടുതൽ ശുശ്രൂഷയിൽ ജീവിതം സമർപ്പിക്കുന്നവർ തൊടണമേ. കെട്ടുകൾ അഴിയണമേ. ആത്മഹത്യയുടെ നിരക്ക് കുറയട്ടെ. വിഷാദ രോഗം മാറട്ടെ. കുടുംബ വഴക്കുകൾ ഇല്ലാതായി തീരട്ടെ. മദ്യപാനം മൂലം തകരുന്ന കുടുംബങ്ങളെ രക്ഷിക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് സ്വർഗാരോഹണത്തെ പറ്റി വിചിന്തന വിഷയമാകാം. കർത്താവേ, 3 സുവിശേഷങ്ങളിലും സ്വർഗാരോഹണത്തെ പറ്റി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ബഥാനിയ വരെ അവരെ കൂട്ടിക്കൊണ്ടുപോയി യേശു മാലാഖമാരുടെ അകമ്പടിയോടെ സ്വർഗത്തിലേക്ക് ഉയർന്നു. അപ്പസ്തോലന്മാർ നോക്കി നിൽക്കെ മാലാഖമാർ പ്രത്യുദ്ധരിച്ചു, കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ വചനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സാന്നിധ്യത്തെ സ്ഥിരീകരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് സ്വർഗാരോഹണം മുമ്പോട്ട് പോകുവാനുള്ള ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന കർത്താവിനെ കൂടെ കൊണ്ടു നടന്ന് മുമ്പോട്ട് പോകുവാനുള്ള ഒരു ത്വരയാണ് സ്വർഗാരോഹണം നമ്മുടെ മുമ്പിൽ നിരത്തുന്നതും വയ്ക്കുന്നതും വെളിച്ചം പകരുന്നതും. അതെ, പ്രതീക്ഷയുടെ തിരുനാളാണ്. ദൈവോന്മുഖതയുടെ തിരുനാളാണ്. സ്വർഗവും ഭൂമിയും ജീവിച്ചിരിക്കുമ്പോൾ ഹൃദയത്തിൽ പേറേണ്ട തിരുനാളാണ്. എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. എനിക്ക് യേശുവിൻ്റെ തേജോമയമായ ശരീരത്തിൻ്റെ ഭാഗഭാഗിത്വം വഹിക്കാൻ സ്വർഗം പുൽകാൻ ഒരു പ്രചോദനമാണ് ഈ തിരുനാൾ. ഏത് പ്രതിസന്ധികളും കണ്ണുനീരിനപ്പുറം പ്രകാശോന്മുഖമായ ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട്. ഏത് മഴയും തോരും, ഏത് ഇരുട്ടും ഏത് രാത്രിയും തെളിഞ്ഞു വരും. ഏത് കണ്ണുനീരിനും അപ്പുറം പുഞ്ചിരിയുണ്ട്. ഏത് കാർമേഘത്തിനപ്പുറം മഴ പെയ്യും. ഏത് അവസ്ഥയ്ക്കും അപ്പുറം സൂര്യൻ തെളിയും. ഈശോയെ നന്ദി പറയുന്നു. നിന്റെ സ്വർഗാരോഹണം നൽകുന്ന പവിത്രമായ ചിന്തകളെ, അതോടൊപ്പം തന്നെ ശിഷ്യന്മാര് മുമ്പോട്ട് നോക്കി നിന്നെന്നാ പറയുന്നത്. ജീവിതം പീഡാസഹനത്തിനപ്പുറവും മുമ്പോട്ട് നോക്കി നടക്കുവാനും ജീവിക്കുവാനുമുള്ള ഒരു ത്വരയുണ്ട്. ദൈവം എൻ്റെ കൂടെയുണ്ട്, ഉദ്ധിതൻ എൻ്റെ അരികത്തുണ്ടെന്നുള്ള ചിന്തയോടെ മുമ്പോട്ട് പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടെ ഈ തിരുനാൾ പ്രചോദിപ്പിക്കുന്നു. ദൈവം സമർത്ഥമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആശീർവാദം
ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ഒരു കുടുംബമെങ്കിലും ആരാധന 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 ഒരു നിമിഷം കമിഴ്ന്നു കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിന് നമുക്കൊരുങ്ങാം. മുഴുവനും സമർപ്പിക്കുക കർത്താവിന്റെ മുമ്പിൽ. എല്ലാ വേദനകളും സമർപ്പിക്കുക. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയും ചൈതന്യവും നിങ്ങളിൽ കത്തിപ്പടരട്ടെ. ഈ ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, വലിയ ഓപ്പറേഷത്തിന് വിധേയമാകുന്നവർ, വെന്റിലേറ്ററിലായിരിക്കുന്നവർ, ക്യാൻസർ ഇന്ന് റിസൾട്ട് വന്നവർ, തകരുന്ന മനസ്സോടെ അന്തിയുറങ്ങുന്നവർ, ഇങ്ങനെ നീളുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ള ഈരടി ആലപിച്ചുകൊണ്ട് ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങേയ്ക്കായെന്നും ആരാധന. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങേയ്ക്കായെന്നും ആരാധന. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങേയ്ക്കായെന്നും ആരാധന. അങ്ങേയ്ക്കായെന്നും ആരാധന. അങ്ങേയ്ക്കായെന്നും ആരാധന. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നിങ്ങളെല്ലാവരെയും ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.